ഈ ആഴ്ച അടിപ്പിരണ്ടിൽ നിന്നുമാണ് നമ്മൾ എഴുത്തെഴുതിയിരിക്കുന്നത്. ശിൽവിൻ എന്നുള്ള വ്യക്തിയാണ് നമ്മൾ എഴുത്തെഴുതിയിരിക്കുന്നത്. വിവാഹപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായും അറിയേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1982 ഏപ്രിൽ മാസം 11 ഞായറാഴ്ച പുലർച്ചെ 3:10 AM വിശാഖം നക്ഷത്രം 2ാം പാദത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജാതകപ്രകാരം ശനിയുടെ ദശാകാലം കഴിഞ്ഞ് ബുധന്റെ ദശാകാലം ആരംഭിച്ചിരിക്കുന്നതായ സമയമാണ്. വിവാഹപരമായിരിക്കുന്ന കാര്യം എന്ന് പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ ബുധന്റെ ദശാകാലത്തിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും വിവാഹപരമായിരിക്കുന്ന യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഈ ബുധന്റെ ദശാകാലം 45 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയ കാലഘട്ടത്തിൽ താങ്കൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ സമയം തൊഴിൽപരമായിരിക്കുന്ന കാര്യത്തിലും വിവാഹപരമായിരിക്കുന്ന കാര്യത്തിലും സന്താനപരമായിരിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ അത്യധികം ഗുണപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സൗമ്യക്കരോതി സുഹൃത ആഗമ ആത്മസൗഖ്യം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. സുഹൃത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളുടെ ആഗമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിരിക്കുന്ന ബന്ധങ്ങൾ വരുവാൻ, അതായത് വിവാഹാദി ബന്ധങ്ങളായാലും ശരി, തൊഴിൽപരമായിരിക്കുന്ന നല്ല ബന്ധങ്ങളായാലും ശരി, ഇല്ലെങ്കിൽ പ്രധാനമായിട്ടും നല്ല സുഹൃത്ത് ബന്ധങ്ങളായാലും ശരി, നല്ല വ്യക്തികളുമായി അടുത്ത് ഇടപഴകുവാനും അവരുമായി ബന്ധം സ്ഥാപിക്കുവാനും കഴിയുന്ന ശുഭപ്രദമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ബുധന്റെ ദശാകാലം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 2ാം സ്ഥാനത്തിൽ സ്ഥിതനായിരിക്കുന്ന ബുധൻ നീചഭംഗ രാജയോഗപ്രദൻ കൂടിയിട്ടാണ്. ഈ സമയത്തിൽ പ്രപൂർണ്ണ വിഭവസ്യാൽ ചക്രവർത്തി നൃപോ ധർമ്മിഷ്ഠോ അന്യമഹീശവന്ദിത പദ തേജോ യശോ ഭാഗ്യവാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തേജസ്സാകുന്ന ശക്തിയാൽ എല്ലാ കാര്യങ്ങളെയും ജയിക്കാനും ഭാഗ്യവും എല്ലാം തന്നെ സിദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ബുധന്റെ ദശാകാലം പൊതുവെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ബുധന്റെ ദശാകാലം വളരെയധികം ശ്രേയസ്കരമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിൽപരമായിരിക്കുന്ന ഉയർച്ചയും ഈ സമയത്തിൽ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാം. അഷ്ടമാധിപനായിരിക്കുന്ന ബുധനായതിനാൽ തന്നെ ഋണവിമോചന മുച്ഛ്രതിമാത്മനഃ കലഹകൃത്യ നിവൃത്തിമുപൈതി സഹ എന്നുള്ളതാണ് പറയാം. ഋണവിമോചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ കടമകളിൽ നിന്നുള്ള മോചനമായാലും ശരി, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ സമയത്തിൽ വന്നു ചേരാനും പ്രയാസങ്ങൾക്കെല്ലാം തന്നെ കുറവ് വരാനും ഉള്ളൊരു സമയമായിട്ടാണ് ഈ ബുധന്റെ ദശാകാലം താങ്കൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം പ്രധാനമായും കഴിഞ്ഞ മെയ് മാസം മുതൽക്ക് തന്നെ വിവാഹത്തിനുള്ള പൂർണ്ണയോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 6 മാസം കൂടിയിട്ട് വിവാഹത്തിനുള്ള സമയം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും കല്യാണത്തിൻ്റെ സമയം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ധൈര്യത്തോടു കൂടി നോക്കാം. ഒപ്പം തന്നെ ഉടൻ തന്നെ സാധ്യമാകാനും പ്രധാനമായിട്ടും ജാതകപ്രകാരം പറയുന്നുണ്ട്. ജാതകപ്രകാരം തടസ്സങ്ങളൊന്നും തന്നെ പ്രധാനമായും സൂചിപ്പിക്കുന്നില്ല. ചെറുതായിട്ട് ഏഴരശനി സമയത്തിൻ്റെ ഒരു ദോഷം, ഏഴരശനിയിൽ ജന്മശനി എന്നുള്ളൊരു സമയമോശം മാത്രം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ട് ബുധന്റെ ബലവാനായിരിക്കുന്ന ബുധന്റെ ദശാകാലമായിരിക്കുന്നതുകൊണ്ടും ആ ശനിക്ക് ബലമുള്ളതുകൊണ്ടും വലിയ രീതിയിലൊന്നും തന്നെ ഈ ഏഴരശനിയുള്ള ജന്മശനി വലിയ രീതിയിൽ ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എങ്കിൽ തന്നെയും ശനിപ്രീതികരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വിവാഹപരമായിരിക്കുന്ന കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യവും പ്രധാനമായിട്ടുമില്ല. താങ്കളുടെ ജാതകം ശുദ്ധജാതകമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ശുദ്ധജാതകമുള്ള സ്ത്രീജാതകം തന്നെയാണ് ഇതിനോട് കൂടിയിട്ട് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യത്തിൽ മാത്രം കുറച്ചൊരു കൂടുതലായിരിക്കണം ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്തായാലും ജോലിപരമായിട്ടും വിവാഹപരമായിട്ടും എല്ലാം തന്നെ വളരെ അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണ് ഇനിയുള്ള 16 വർഷത്തോളവും ജാതകപ്രകാരം കാണുന്നത്. ജ്യോതിഷവിധിയിൽ അടുത്തതായി കത്ത് വന്നിരിക്കുന്നത് കൊടുവായൂരിൽ നിന്നുമാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ജ്യോതിഷവിധി സ്ഥിരമായി കാണാറുണ്ട്. എനിക്ക് അറിയേണ്ടത് ദോഷഫലങ്ങൾ കുറച്ച് അഭിവൃദ്ധി കൈവരുവാൻ ഏതു മന്ത്രത്തിനാണ് കൂടുതൽ ശക്തി എന്നുള്ളതാണ്. ലളിതാ സഹസ്രനാമം ജപത്തിന് മറ്റു മന്ത്രങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതിനാൽ ആ മന്ത്രം പതിവായി ജപിച്ചാൽ ഗുണം കിട്ടുമോ എന്നുള്ളതാണ് അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ദൈവം ഏതാണ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. മൂന്നും കുറച്ച് കട്ടിയേറിയ ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏതു മന്ത്രത്തിനാണ് കൂടുതൽ ശക്തി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു മന്ത്രമായാലും ഒരു മന്ത്രത്തിന് ഇന്ന മന്ത്രത്തേക്കാൾ കൂടുതൽ ശക്തി, അല്ലെങ്കിൽ സുദർശന മന്ത്രത്തിന് സ്വയംവരത്തേക്കാൾ കൂടുതൽ ശക്തി എന്നുള്ള ഒരു ക്രമം ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഉദാഹരണത്തിന് ആര്യവേപ്പ് എന്നുള്ളതും ഒരു ഔഷധ വൃക്ഷമാണ്. തുളസി എന്നുള്ളത് ഒരു ഔഷധ ചെടിയാണ്. തുളസിക്ക് ആര്യവേപ്പിനേക്കാൾ ഗുണസിദ്ധി അല്ലെങ്കിൽ ഗുണഫലം കൂടുതലാണ് എന്നോ, ഇല്ലെങ്കിൽ ആര്യവേപ്പിന് തുളസിയേക്കാൾ ഗുണം കൂടുതലാണോ എന്നോ പറയുന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായിരിക്കുന്ന ധർമ്മം പ്രധാനമായിട്ടും ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട്. ആര്യവേപ്പിന് അതിൻ്റേതായിരിക്കുന്ന ധർമ്മവും തുളസിക്ക്
എന്നുള്ളതായിരിക്കുന്ന തുളസി ചെടിക്ക് അതിൻ്റേതായിരിക്കുന്ന ഗുണവും ധർമ്മവും എല്ലാം തന്നെയുണ്ട്. അത് വ്യക്തികൾക്കായാലും ശരി, ദൈവങ്ങൾക്കായാലും ശരി, ഔഷധങ്ങൾക്കായാലും ശരി, മന്ത്രങ്ങൾക്കായാലും ശരി, എല്ലാം ഒന്നിനൊന്ന് ഗുണം എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമായത് എന്നോ അല്ലെങ്കിൽ ഈ മന്ത്രം മറ്റുള്ളതിനേക്കാൾ നികൃഷ്ടമായത് എന്നോ ഉള്ളതായിരിക്കുന്ന വ്യത്യാസം പ്രധാനമായിട്ടും പറയുന്നില്ല. ഇത് ഏത് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പിന്നെ രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത്, ലളിതാ സഹസ്രനാമ മറ്റു മന്ത്രത്തേക്കാൾ കൂടുതൽ ശക്തിയുള്ളതിനാൽ ആ മന്ത്രം പതിവായി ജപിച്ചാൽ ഗുണം കിട്ടുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലളിതാ സഹസ്രനാമ ജപം മറ്റു മന്ത്രത്തേക്കാൾ കൂടുതൽ ശക്തി എന്നുള്ളത് പ്രധാനമായിട്ടും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലളിതാ സഹസ്രനാമ ജപത്തിന് പ്രാധാന്യം കൈവരുവാൻ കാരണം മറ്റ് സഹസ്രനാമ ജപങ്ങളെ അപേക്ഷിച്ച് ആവർത്തനങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഭഗവതിയുടെ മന്ത്രങ്ങൾ ഒരു നാമം രണ്ടാം പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നില്ല. ഒരേ നാമങ്ങൾ തന്നെ പ്രധാനമായിട്ടും വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെടാത്തതിനാൽ ലളിതാ സഹസ്രനാമ ജപത്തിന് മഹത്വം ഏറുമെങ്കിൽ കൂടി അതിന് കൂടുതൽ ശക്തിയുണ്ട്, ആ മന്ത്രം ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടുന്നു എന്നുള്ള ചോദിക്കുന്നത് ഒരു അളവുകോൽ വെച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിനോടുകൂടിയിട്ട് യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടും, പക്ഷെ അതിന് കൂടുതൽ ശക്തിയുണ്ട്, കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടും എന്ന് പറയുന്നത് മഠേതരമായിട്ട് തന്നെ പ്രധാനമായിട്ടും പറയുവാൻ നിവൃത്തിയുള്ളൂ. എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ദൈവം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എളുപ്പത്തിലും കുറച്ച് കഠിനമായിട്ടും പ്രസാദിക്കുന്ന ദൈവങ്ങളില്ല. നമ്മളുടെ പ്രാർത്ഥനകളും മനസ്ഥിതി പോലെയുമാണ് ദൈവത്തിൻ്റെ പ്രസാദം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ശിവൻ എന്ന് വെച്ചാൽ മഹാകോപശീലനായിരിക്കുന്ന ദൈവമാണ് എന്നും മഹാവിഷ്ണു മഹാസാത്വികനായ ദയാശീലനായിരിക്കുന്ന ദൈവമാണ് എന്നും പൊതുവെ ഒരു അഭിപ്രായവും ആചാരങ്ങളൊക്കെ കേട്ടുവരുന്നുണ്ടെങ്കിലും അത് അത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് പ്രധാനമായിട്ടും തോന്നുന്നില്ല. എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെ ഗുണവും എല്ലാം തന്നെ പ്രദാനം ചെയ്യാൻ തക്ക ശേഷിയുള്ള ദൈവമായിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മുടെ മനഃശുദ്ധി പോലെ ഇരിക്കും. അത് ഏത് ദൈവത്തിനെ ആയാലും ശരി, നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കും. ഇതിന് സൂത്രപ്പണികളൊന്നും തന്നെ പ്രധാനമായിട്ടും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ലളിതാ സഹസ്രനാമ ജപം ചെയ്തോളൂ, ദോഷമില്ല. അതുകൊണ്ട് കൂടുതൽ ഫലം കിട്ടും എന്ന് കരുതി ചെയ്യുന്നത് മാത്രം പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമേ അധികാരമുള്ളൂ. കർമ്മഫലത്തിനെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നത് അത്ര ഗുണമല്ല. ഞാൻ മുൻപ് വ്രതഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു കാര്യം ആഗ്രഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് അത്ര കണ്ടൊരു ശോഭനല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാം. ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ, യാചിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ പ്രധാനമായിട്ടില്ല. പ്രാർത്ഥിക്കാം, എല്ലാവർക്കും നല്ലത് വരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും നമ്മൾക്ക് തൃപ്തിയുള്ളതായിരിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കാം. വേറൊന്നിന് ഒന്നിൽ കൂടുതൽ ശക്തി അല്ലെങ്കിൽ ഒരു മന്ത്രത്തിന് വേറൊരു മന്ത്രത്തേക്കാൾ ശക്തി എന്നുള്ളതായിരിക്കുന്ന കാര്യമില്ല. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എന്തായാലും ഈശ്വരൻ നിങ്ങൾക്ക് ഫലം തിരക്ക് തന്നെ